ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചു. നിരവധി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെയാണ് തീ പടർന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഈ അപകടം എങ്ങനെ ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സ്വാഭാവികമായി വീക്കെൻഡിനോട് ചേർന്ന ദിനം കൂടിയാണ്. ഈ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? മറ്റ് ഇതിന്റെ കാരണത്തെ സംബന്ധിച്ച വ്യക്തത ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? വിവരങ്ങൾ. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്നാലും അവിടെ നിന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നൽകുന്ന വിവരം അനുസരിച്ച് എ സിയിലുണ്ടായ ഒരു പൊട്ടിത്തെറി അത് പിന്നീട് വലിയ തീപിടുത്തത്തിലേക്ക് പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് സമയമാണ്. നിരവധി പേർ അവിടേക്ക് എത്തുന്ന ഒരു സമയമാണ്. സൗരാഷ്ട്രയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗെയിം സോൺ മേഖല കൂടിയാണ്. വിവിധ കളികൾക്കായി കുട്ടികളൊക്കെ വരുന്ന സമയം. അതുകൊണ്ട് ഈ ആളപായത്തിന്റെ എണ്ണം ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 25 പേരുടെ മൃതദേഹമാണ് രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിൽ 12 പേർ കുട്ടികളാണ് എന്ന വിവരവുമുണ്ട്. സ്ത്രീകൾ അടക്കമുള്ളവർ മരിച്ചവരുണ്ട്. മരിച്ചവരുടെ പലരുടെയും നില മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് തിരിച്ചറിയാൻ DNA ടെസ്റ്റ് നടത്തേണ്ടി വരും. ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രക്ഷാദൌത്യം ഇപ്പോഴും തുടരുകയാണ്. തീ ഏതാണ്ട് പൂർണ്ണമായി അണയ്ക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ അടക്കം ഇപ്പോൾ തെരച്ചിൽ ആ മേഖലയിൽ നടത്തുകയാണ്. ശരി, മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം എന്താണ്? അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ലഭിക്കാൻ ബാക്കിയുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.